അതായത് ബിഗ് ബോസ് മലയാളം സീസൺ 5 എന്നത് വരും സീസണുകൾക്ക് മൊത്തത്തിലൊരു മാതൃകയായി എന്നല്ല പറഞ്ഞു വന്നത്. പാകപ്പിഴകൾ നിരവധി ഉണ്ട് ഈ കഴിഞ്ഞൊരു സീസണിൽ. എന്നിരുന്നാലും മുൻപുള്ള സീസണുകളിലെ വെച്ച് നോക്കുമ്പോൾ കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ ഒരു ഗ്രഡ്ജസ് ബിഗ് ബോസ് ഹൗസിന് വെളിയിൽ ആരും വെക്കാൻ മനസ്സ് കാണിച്ചില്ല എന്നത് തന്നെയാണ്. ബിഗ് ബോസ് ഹൗസ് വിട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഇഷ്യൂസും അവർ ഓരോരുത്തരും അവിടെ വെച്ച് ഉപേക്ഷിച്ചാണ് പുറത്തേക്ക് ഇറങ്ങിയത്. അതുപോലെ തന്നെ മുൻ സീസണുകളിൽ കണ്ടുവന്ന ഫാൻ ഫൈറ്റ് പുറത്തുണ്ടാകാനുള്ള അവസരം തീരെയില്ലായിരുന്നു. ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നതാകും കറക്റ്റ്. അതിന്റെയൊക്കെ കാരണം പുറത്തിറങ്ങിയ ഓരോ മത്സരാർത്ഥിയും വളരെ പക്വതയോടെ കാര്യങ്ങൾ നോക്കിക്കണ്ടും അവരുടെ അഭിപ്രായങ്ങൾ വളരെ പോസിറ്റീവായി പറഞ്ഞതിന്റെയും ഒരു കംപ്ലീറ്റ് റിസൾട്ടാണ്. അതിനോടൊപ്പം വരും ബിഗ് ബോസ് സീസണുകളിലെ കണ്ടസ്റ്റൻസിനെ റോൾ മോഡൽ ആക്കാൻ പറ്റിയ ഒരു മുതലാണ് അഖിൽമാര. ഒരു സീസൺ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അതിൽ ഗെയിം എങ്ങനെ കളിക്കണം, എങ്ങനെ പ്ലാൻ ചെയ്യണം, പ്രേക്ഷകന്റെ മനസ്സറിഞ്ഞ് എങ്ങനെ കളിക്കാം, അതുപോലെ തന്നെ ഇതൊരു ഗെയിമാണെന്നുള്ള തിരിച്ചറിവും അതുവഴി ഉണ്ടാകുന്ന വഴക്കുകളും പിണക്കങ്ങളും തുടരാതെ അപ്പോൾ തന്നെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുക എന്ന നല്ലൊരു സന്ദേശവും തന്നു. എല്ലാം കൊണ്ടും വരും സീസണുകളിലേക്ക് ഒരു മാതൃകയായി എന്നും ബിഗ് ബോസ് മലയാളം സീസൺ 5 നിലനിൽക്കും.